ഊബർ ബൈക്കുകൾ ആണുങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്യുന്നു. ഇപ്പൊ ലൈവായിട്ട് നമുക്കൊന്ന് ബുക്ക് ചെയ്ത് നോക്കാം. അവർക്ക് അവിടെ റിങ് ചെയ്യുന്നുണ്ട്, ഇതുവരെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഊബർ ബൈക്ക് ബുക്ക് ചെയ്യുന്ന ഏതൊരു പുരുഷനും ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാനിപ്പോൾ 2 മിനിറ്റായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു, ഇതുവരെ എൻ്റെ ഊബർ ബൈക്ക് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ ആങ്കറായ നിമിഷം കൊണ്ട് ഇപ്പം ബുക്ക് ചെയ്യിപ്പിച്ച് നമുക്ക് നോക്കാം അവർ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന്. എനിക്കിതേ ഇപ്പൊ തന്നെ കിട്ടി. 12 മിനിറ്റ്സ് ആണ് കാണിക്കുന്നത്, പക്ഷെ ഞാൻ ബുക്ക് ചെയ്ത് ഓൺ ദി സ്പോട്ടാണ് എനിക്ക് കിട്ടിയത്. റിമെമ്പർ ടു വെയർ എ ഹെൽമെറ്റ് ത്രൂ ഔട്ട് യുവർ റൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്രയൊക്കെ ശ്രദ്ധയാണ് എൻ്റെ കാര്യത്തിൽ. പാവം പിടിച്ച് നമ്മുടെ ആങ്കർ അജിൻ ബുക്ക് ചെയ്തപ്പോഴേ 2 മിനിറ്റ് ആയിരിക്കുക, ഒന്നും കിട്ടില്ല. എനിക്ക് പിന്നും കിട്ടി. ഇതാണ് അവസ്ഥ. ഇത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ലൈവായിട്ട് കാണിച്ചു തന്നേക്കുവാണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്? യൂബർ ബൈക്കുകൾ സ്ത്രീകൾക്ക് മാത്രമോ? പുരുഷന്മാർ ബുക്ക് ചെയ്താൽ ക്യാൻസൽ ചെയ്യുന്ന യൂബർ ഡ്രൈവർമാർ. ഇതിലിപ്പോ ഞാൻ മനസ്സിലാക്കുന്ന എന്റെ പേര് ഇനി അജിനെന്ന് മാറ്റി അജിനാന്ന് വല്ലോ ഇട്ട് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു പക്ഷെ വന്നേക്കാം. യൂബർ ബൈക്കുകൾ സ്ത്രീകൾക്ക് മാത്രമോ? പുരുഷന്മാർ ബുക്ക് ചെയ്താൽ ക്യാൻസൽ ചെയ്യുന്ന യൂബർ ഡ്രൈവർമാർ. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ യൂബറിൽ സുരക്ഷിതരാണോ? അജിനെ, നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ചർച്ച ചെയ്യുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് പറയാണ്, യൂബർ ബൈക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, അജിൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ യൂബർ ബൈക്ക് ഉപയോഗിച്ചതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, സ്വാഭാവികമായി കാറും ഓട്ടോയും ഒക്കെ ഉള്ള സമയത്താണ് ഊബർ ബൈക്കുകളുടെ ഒരു വരവേൽപ്പ്. അപ്പം നമുക്കാണെങ്കിലും കൗതുകം തോന്നും. അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഒരു ഓട്ടോയ്ക്ക് 80 രൂപ, കാറിന് 150 രൂപയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ് ബൈക്കുകളുടെ ചാർജ്. അതായത് 40 രൂപ, 45 രൂപ, 50 രൂപ. അപ്പം എല്ലാവരും പറയും ആരെങ്കിലും ബൈക്കിൽ കയറുമോ? പൈസയാണ് എല്ലാവരുടെയും ഒരു എയിം. ഓക്കെ, അപ്പം നമ്മൾ പൈസ സേവ് ചെയ്യാനായിട്ട് ഊബർ ബൈക്കിൽ കയറും, ചിലവർ കൗതുകം കൊണ്ട് കയറും. പക്ഷേ ഇന്ന് ഈ വീഡിയോ കാണുന്നവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സുകളിൽ രേഖപ്പെടുത്താം. ഞാൻ അല്ലെങ്കിൽ എന്നെപ്പോലുള്ള പുരുഷന്മാർ ഊബർ ബൈക്ക് ബുക്ക് ചെയ്യുമ്പോൾ ഇവർ അക്സെപ്റ്റ് ചെയ്യും, പക്ഷെ സ്പോട്ടിൽ റിജക്റ്റ് ചെയ്യും. നേരെ മറിച്ചൊരു പെൺകുട്ടികളാണെങ്കിൽ ഇവർ വരും. എനിക്ക് ആ ഒരു താരതമ്യം മനസ്സിലാവുന്നില്ല. നിമിഷം ഊബർ ബൈക്ക് കയറിയിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ യൂബർ ബൈക്കിൽ കയറിയിട്ടില്ല, പക്ഷെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതെന്റെ ഒരു ഡിഫറൻസ് ഞാൻ പറയാം. ഞാൻ യൂബർ ബൈക്ക് ബുക്ക് ചെയ്യുന്നത് ഈ മന്തിന്റെ ഒക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ വളരെ കഷ്ടിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു ഓട്ടോ ബുക്ക് ചെയ്യണം, മിനിമം 85 രൂപ വേണം. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് എൻ്റെ ഫ്ലാറ്റിലോട്ട്. യൂബർ ബൈക്ക് ആണെങ്കിൽ 50 രൂപയേ ഉള്ളൂ. അപ്പൊ എൻ്റെ ഫ്രണ്ട് പറഞ്ഞാൽ 30 രൂപ ലാഭിക്കാലോ എന്ന് പറഞ്ഞ് ബുക്ക് ചെയ്തു. ആ സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതേസമയം ഒരു ഓട്ടോ വന്നതുകൊണ്ട് ഞാൻ അതിൽ കയറിപ്പോയി. അന്ന് എനിക്ക് യൂബറിൽ കയറാൻ സാധിച്ചില്ല. അതേസമയം പജിനെ ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് എൻ്റെ ഒരു സുഹൃത്ത്, അതായത് ഒരു ആൺ സുഹൃത്ത് എൻ്റെ വീട്ടിൽ വന്നിട്ട് അവിടെ നിന്നാണ് ഈ പറയുന്ന ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ അവർ പോകുന്ന വഴിയിൽ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് വീട്ടിൽ വരികയാണ്. അവിടെ നിന്ന് കയറിയിട്ട് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവിടെ എത്തേണ്ടതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഈ ഹെവി ട്രാഫിക്കിന്റെ സമയമാണ് 7 മണിയൊക്കെ. യൂബർ ഗോ കിട്ടുന്നില്ല, അതായത് ടാക്സി കിട്ടുന്നില്ല, ഓട്ടോ കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. എന്നാൽ ശരി ബൈക്ക് ബുക്ക് ചെയ്യാന്ന് പറയുന്നു. ഇപ്പം ബുക്ക് ചെയ്യുന്നു, ക്യാൻസൽ ആവുന്നു, വീണ്ടും ബുക്ക് ചെയ്യുന്നു, ക്യാൻസൽ ആവുന്നു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നീ ഒന്ന് ബുക്ക് ചെയ്യും. ഞാൻ ബുക്ക് ചെയ്തു, ക്യാൻസൽ ആയിട്ടില്ല, സ്പോട്ടി വന്നു കഴിയുമ്പോൾ കാണുന്ന എൻ്റെ സുഹൃത്തിനെയാണ്. സുഹൃത്ത് അതിൽ കയറിപ്പോയി. ഡ്രൈവർ അല്പം ഒന്ന് അന്താളിച്ചു, ഒരു ചെറിയൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടായി. പെൺകുട്ടി, അത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഈ കാക്കനാട് അവിടെ വരെ ചെല്ലാലോ, അതായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. എനിക്കറിയില്ല. കണ്ടപ്പോ അന്താളിപ്പ് മുഖത്തുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ എൻ്റെ സുഹൃത്തിന് പോകാൻ പറ്റി. പക്ഷെ ഇതേ സുഹൃത്ത് സെയിം ലൊക്കേഷനിൽ നിന്നാണ് ഞങ്ങൾ ബുക്ക് ചെയ്യുന്നത്. അത് ഓർക്കണം. സെയിം ലൊക്കേഷനിൽ ബുക്ക് ചെയ്തിട്ട് ക്യാൻസൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ബുക്ക് ചെയ്യുന്നു, ക്യാൻസൽ ആകുന്നു. പക്ഷെ അതേസമയം ഒറ്റത്തവണ ഞാൻ ബുക്ക് ചെയ്തപ്പോഴേക്കും എനിക്ക് ബുക്ക്ഡായി, ക്യാൻസൽ ആയിട്ടില്ല. ഇത് എനിക്ക് മാത്രമല്ല, എൻ്റെ സുഹൃത്തുക്കൾ, നമ്മുടെ ഇവിടെയുള്ള കൊളീഗ്സ് എല്ലാവരും പറയുന്ന കാര്യമാണ്. ഇത് എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട്. ശരിക്കും ഇതൊരു പ്രൊഫഷണലിസം അല്ലേ ഇതിലെ യൂബർ ബൈക്ക് ചെയ്യുന്നത്? ഇതിലിപ്പോ ഞാൻ മനസ്സിലാക്കുന്ന എന്റെ പേര് ഇനി അജിനെന്ന് മാറ്റി അജിനാന്ന് വല്ലോ ഇട്ട് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു പക്ഷെ വന്നേക്കാം. അല്ല, ഇതിലെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്? അതോടൊപ്പം എൻ്റെ ചില സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത്, നമ്മൾ ഗൂഗിൾ പേയിൽ പൈസ ഇട്ട് കൊടുക്കുമ്പോൾ ഗൂഗിൾ പേയിൽ വരെ സ്ത്രീകൾക്ക് മെസ്സേജ് വരും, കിടന്നോ, കഴിച്ചോ, എവിടാണ്, എന്ത് ചെയ്യുക. അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ യൂബറിൽ സുരക്ഷിതരല്ല. ഇതിനും ഒരു എക്സാമ്പിൾ ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ യൂബറിൽ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. ഒരുപാട് നമ്മൾ ഷൂട്ടിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ വേറെ പ്ലേസിലോട്ടൊക്കെ ആണെങ്കിലും. ഒരിക്കലും ഞാൻ ഫിലിമിന് പോകാൻ വേണ്ടിയിട്ട് ഒരു വൈകുന്നേരം 7 മണി
ഈവനിങ് ഷോനാണ് പോകുന്നത്. ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ബുക്ക് ചെയ്തു ഈ പറയുന്ന യൂബർ. അത് കഴിഞ്ഞ് അവിടെ എനിക്കൊന്ന് പ്രൈവറ്റ് യൂബർ വല്ലതായിരിക്കും. ഇത് ഹെഡ്സെറ്റ് കുത്തിയിട്ടുണ്ട്, പുള്ളിക്കാരൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഹെഡ്സെറ്റ് കുത്തിയിട്ടുണ്ട്, കേൾക്കുന്നില്ല, എന്താന്ന് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ സ്റ്റോറി ഇങ്ങ് പറയാൻ തുടങ്ങി. എന്നെപ്പോലെ ഇരിക്കുന്നു പുള്ളിക്കാരൻ്റെ പിന്നെ ഏതോ മുന്നത്തെ എക്സിന്. അപ്പം ഞാൻ അധികം മൈൻഡ് ചെയ്യുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് കുറെ ഇത് ഇറങ്ങി പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ QR കോഡിന് വരും, QR കോഡ് വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞ നമ്പറിലോട്ടാണ് പേ ചെയ്യുന്നത്. അതിനുശേഷം എനിക്ക് ഗൂഗിൾ പേയിൽ മെസ്സേജ് ആണ് എത്തിയായിരുന്നു. അതായത് എൻ്റെ ഫിലിം തുടങ്ങാൻ ഇത്തിരി ഇടയ്ക്ക് വണ്ടി ബ്രേക്ക് ഡൗൺ അങ്ങനെ എന്തോ ആയി, ഇത്തിരി ഡിലേ വന്നു. അയ്യോ, അപ്പൊ ഫിലിം കഴിഞ്ഞായിരുന്നോ, എവിടെയാ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒന്ന് പെട്ടെന്ന് വിടണം, ഷോയുടെ സമയമായി, കാരണം അത് കഴിഞ്ഞ് തിരിച്ചെത്തണം. ആ ഷോന് പിന്നെ ഇടയിൽ കയറിയിട്ട് കാര്യമില്ലല്ലോ, ഫ്രണ്ട്സൊക്കെ ഓൾറെഡി അവിടെ എത്തിക്കഴിഞ്ഞു. ഇങ്ങനെ ഞാൻ പറയാണ്. എന്നിട്ട് ഈ പുള്ളിക്കാരൻ ഫിലിം തുടങ്ങിയായിരുന്നോ, കയറിയായിരുന്നു, ഞാൻ ഇതിനൊന്നും റിപ്ലൈ ചെയ്തില്ല, പിടിച്ച് ബ്ലോക്ക് ചെയ്തു. പക്ഷെ ഇവിടെ എവിടെയാണ് സ്ത്രീകൾ സുരക്ഷിതരായിരിക്കുന്നത്? യൂബറിൽ ഇങ്ങനെ, അതായത് ഇതൊക്കെ ഒരു പ്രൊഫഷനായിട്ട് നമ്മൾ സുരക്ഷിതരായിട്ട് പോകേണ്ടതാണ്. ടേൺ ഓൺ സേഫ്റ്റി പ്രിക്കോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനകത്ത് ഒരു ഓപ്ഷൻ ഉണ്ട്. എന്നിരുന്നാൽ കൂടെ നമുക്ക് ഇറിറ്റേഷൻ ആണെന്നേ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മളോട് വെറുതെ ഇതുപോലെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു കാര്യമൊക്കെ സംസാരിക്കാം, പക്ഷെ ഫ്ലേർട്ട് ചെയ്യുന്നതൊന്നും ഒരിക്കലും നമുക്ക് വെച്ച് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ മാത്രം ഈ സർവീസ് ഉണ്ടാവും എന്ന് പറയുമ്പോൾ എത്രമാത്രം സുരക്ഷിതമുണ്ട് അതുപോലെ ഒരുത്തൻ്റെ ബൈക്കിൽ കയറി പോവാൻ. ഒന്നാമത് ബൈക്കിൽ കയറുന്ന എനിക്ക് കംഫർട്ടബിൾ അല്ല പേഴ്സണലി. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഓക്കെയാണ്. നിമിഷയുടെ അഭിപ്രായം പറയുകയാണ്. അതെ, എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ എനിക്ക് ഓക്കെയാണ്. അല്ലാതെ യൂബർ ബൈക്കിൽ എനിക്ക് അയ്യോ കയറണ്ടേ. ഇപ്പൊ മഴയൊക്കെ ആവുന്ന സമയത്ത് ഇത് പിടിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, ഇത് എങ്ങനെയാ. പക്ഷെ സാഹചര്യം കൊണ്ട് ഒരു പ്രാവശ്യമൊക്കെ ബുക്ക് ചെയ്താണ്, അതൊട്ടും കയറിയിട്ടുമില്ല. ഇതൊരു വ്യക്തികൾക്ക് മാത്രമുള്ള അനുഭവം അല്ല കേട്ടോ, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക്. ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ഊബർ ബൈക്കുമായിട്ട് വരുന്നത് ആൺകുട്ടികളാ. ഒരു പെണ്ണിന്റെ ശത്രു ഒരു പെണ്ണാ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഊബർ ബൈക്കുകാരുടെ ശത്രു ഇപ്പം ആണുങ്ങളാ. അതെ, അവർക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. ചിലപ്പോൾ ഇവര് പ്രൈവറ്റ്, എനിക്ക് അറിയത്തില്ലല്ലോ ഇതിന്റെ സിസ്റ്റം എങ്ങനെയാണ്, ഇത് ഓതറൈസ്ഡ് ആണോ എന്ന് അറിയത്തില്ല. അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ ബൈക്കിൽ പെൺകുട്ടികൾ വരുമ്പോൾ അപ്പോൾ അവരുടെ ഉദ്ദേശം ശരിയില്ലേ? അപ്പൊ ഇതിലൊരു സുരക്ഷിതത്വം ഉണ്ടോ അജി? നമ്മൾ ഈ എങ്ങനെയാണ് വിശ്വസിച്ച് ഈ ബൈക്കിൽ കയറാൻ? നല്ല ആൾക്കാരുണ്ടാവും കേട്ടോ, തീർച്ചയായും. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നിമിഷ, ഇപ്പം 50 പേര് ടോട്ടല് ഊബർ ബൈക്കുകാർ ഇന്നും ഇവിടെ ഉണ്ടെങ്കിൽ ഇതിൽ ഒരുത്തം തെറ്റ് കാണിച്ചാൽ മതി, ബാക്കി 49 പേര് ഇത് ബാധിക്കും. ഇതാണ് ഇതിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ ഇപ്പോഴും പറയുന്നു, എന്നെപ്പോലെ ആൺകുട്ടികൾക്ക് ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുന്നു, ബുക്ക് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുന്നു. നേരെ മറിച്ച് നിങ്ങളുടെ പെങ്ങളോ നിങ്ങളുടെ പെൺസുഹൃത്തോ വല്ലതും ബുക്ക് ചെയ്താൽ സ്പോട്ടിൽ വരികയും ചെയ്യും. അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക. എന്തായാലും ഇത്രേ പറയാനുള്ളൂ, പെണ്ണുങ്ങളെ പരിഗണിക്കുന്ന പോലെ ആൺകുട്ടികളെ ഒന്ന് പരിഗണിക്കണേ അല്ലേ? അതെ, തീർച്ചയായും. എല്ലാവർക്കും യാത്ര ചെയ്യണ്ടേ, എല്ലാവർക്കും പൈസ ലാഭിക്കണ്ടേ. പെൺകുട്ടികൾക്ക് മാത്രം ലാഭിച്ചാൽ പോരല്ലോ. പക്ഷെ ലാഭിക്കുമ്പോൾ പെൺകുട്ടികളും നിങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. കാരണം പെൺകുട്ടികൾ മാത്രം ബുക്ക് ചെയ്യുമ്പോഴേ ഇത് ക്യാൻസൽ ചെയ്യുന്നില്ല. ഇതിൽ എനിക്ക് പറയാനുള്ളത്, പെൺകുട്ടികൾ സുരക്ഷിതരായിരിക്കുക. അതായത് ആൺസുഹൃത്ത് ബുക്ക് ചെയ്യുമ്പം ഇവർ ക്യാൻസൽ ചെയ്യുന്നുണ്ട്, അതേസമയം നിങ്ങൾ പെൺകുട്ടികൾ ബുക്ക് ചെയ്യുമ്പം ക്യാൻസൽ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു തവണ കൂടി ആലോചിക്കുക അതുപോലൊരു ബൈക്കിൽ കയറുമ്പോൾ. ഒരുപക്ഷെ രണ്ടുപേർക്കും കിട്ടുന്ന ഡിഫറെൻറ്റ് റൈഡ് ആയിരിക്കാം. എന്തായാലും സുരക്ഷിതരായിരിക്കുക, കെയർഫുൾ ആയിരിക്കുക. ഇത് കേൾക്കുന്ന ഏതെങ്കിലും യൂബർ ബൈക്ക് ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ ഇനി ആൺകുട്ടികളും ബുക്ക് ചെയ്യുമ്പം നിങ്ങൾ പരിഗണിക്കുന്നേ പെൺകുട്ടികൾക്ക് മാത്രം യാത്ര ചെയ്താൽ പോരല്ലോ. അതെ, അതോടൊപ്പം തന്നെ അവസാനം പറയുകയാണ്, ഇപ്പം ഊബർ ഡ്രൈവർ കാർ ആയിക്കോട്ടെ, ഓട്ടോ ആയിക്കോട്ടെ, ബൈക്ക് ആയിക്കോട്ടെ, XY, ഇപ്പം നിർബന്ധിച്ച് നമ്മൾ സംസാരിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കേണ്ട ആവശ്യം അവർക്കില്ലെന്നേ. ഇല്ല, പക്ഷെ ഇവര് ഒറ്റയ്ക്കാണെങ്കിൽ മാത്രമേ സംസാരിക്കത്തുള്ളൂ. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഫിലിമിന് പോവുകയാണ്. ആ ഫിലിമിന് പോകുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ളത് ആൺസുഹൃത്തായതുകൊണ്ട് തന്നെ ഈ പുള്ളിക്കാരൻ അധികം സംസാരിച്ചില്ല. പക്ഷെ വഴിയിൽ നിന്നാണ് പിക്ക് ചെയ്യുന്നത്. ഞാനിവിടെ ഓഫീസിൽ നിന്നാണ് ഇറങ്ങിയത്, ഞങ്ങൾ ഓൾറെഡി ഫിലിം ബുക്ക് ചെയ്തുകൊണ്ട് വഴിയിൽ നിന്നാണ് കയറുന്നത്. അതുവരെ സംസാരിച്ച ഈ ഡ്രൈവർ പെട്ടെന്ന് ആളെ കണ്ടപ്പോൾ നമുക്ക് അവിടുന്ന് അടുത്ത സ്റ്റോപ്പ് ആഡ് ചെയ്യാനുണ്ട് ഈ ഫിലിമിൻ്റെ തിയേറ്ററിലോട്ട്. ആ സ്റ്റോപ്പ് ആഡ് ചെയ്യുന്ന സമയത്തേക്ക് ഈ പുള്ളിക്കാരൻ പറയും, വേണമെങ്കിൽ ക്യാൻസൽ ചെയ്തോളൂ, എനിക്ക് ആക്ച്വലി രണ്ടാമത്തെ സ്റ്റോപ്പ് ആഡ് ചെയ്യുന്നത് ഞാൻ വിചാരിച്ചില്ല. അതായത് ആൺസുഹൃത്തിനെ കണ്ടപ്പോൾ സ്റ്റോപ്പ് ആഡ് ചെയ്യുമ്പോൾ ഈ ഊബർ ഡ്രൈവർ ഓക്കെ അല്ലെന്നേ. ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതെ, അപ്പൊ ഒരുപാട് പേര് അങ്ങനെയുണ്ട്. പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ അവർ എത്ര ലോങ് റൈഡ് വേണമെങ്കിലും അടുത്ത സ്റ്റോപ്പ് ആഡ് ചെയ്താലൊക്കെ പിടിക്കും. അതേസമയം ഇടയിൽ വെച്ച് ഒരു ആൺസുഹൃത്ത് കയറുകയാണ്, അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു ആൺസുഹൃത്ത് കയറുകയാണെങ്കിൽ അവർക്ക് ഈ ഓവർ ഇതൊന്നുമില്ല. ചില ആൾക്കാരുണ്ട് ആര് കയറി കഴിഞ്ഞാലും ഒരുപോലെ. അങ്ങനെയുള്ള നല്ല ഡ്രൈവേഴ്സ് ഉണ്ട് കേട്ടോ, എല്ലാവരും വെച്ചല്ല പറയുന്നത്. പക്ഷെ ഇതുപോലുള്ള കാട്ടുകോഴികളും ഉണ്ട്, അങ്ങനെ തന്നെ പറയാം. കാട്ടുകോഴി തന്നെ വിശേഷിപ്പിക്കും. അതെ, തീർച്ചയായും. അതുപോലെ കോഴിത്തരം കാണിക്കുന്ന ആൾക്കാരെ കാട്ടുകോഴി തന്നെയാണ് പറയുന്നത്. ഞാൻ പറയാ, ഏതൊരു മനുഷ്യന്മാരെല്ലാവരും ട്രാൻസ്പെറന്റ് ആയിരിക്കുന്നേ. എന്തിനാണ് ഇത്രയും ഈ ലോകത്ത് കപടത്തരമൊക്കെ കാണിക്കുന്നത്? നമ്മുടെ ജീവിതം ട്രാൻസ്പെറന്റ് ആയിട്ട് മുന്നിൽ കൊണ്ടുവരാം. നമ്മൾക്കൊന്നും ഒളിച്ചു വെക്കാൻ ഉണ്ടാവരുത്, ഡ്രൈവർമാർക്ക് എസ്പെഷ്യലി, അല്ലേ? നമ്മൾ സുരക്ഷിതരായ സ്ത്രീകളെ
അവരുടെ ഏതാ ഡെസ്റ്റിനേഷനിൽ എത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്തായാലും ഇതുപോലത്തെ അനുഭവങ്ങൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഇത്രയേ ഉള്ളൂ പറയാൻ. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും സ്വന്തമായി തന്നെ കെയർ ചെയ്യുക, സ്വന്തമായിട്ട് തന്നെ അവരെ സംരക്ഷിക്കുക, അല്ലേ? എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. സൈനിങ് ഓഫ്.